Hey beautiful souls, you'll be here for Agam Talks. This is Annie Levy. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 ടെക്സ്റ്റ് ബുക്കിലെ സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന കവിതയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന കവിത എഴുതിയിരിക്കുന്നത് H.W. ലോങ്ഫെല്ലോ എന്ന് പറയുന്ന കവിയാണ്. അപ്പോൾ ആ കവിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്കോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പകരം കവിതയുടെ ആശയത്തിലേക്കും അതുപോലെ തന്നെ സ്റ്റാൻസ വൈസുള്ള അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്കുമാണ് നമ്മൾ നേരിട്ട് കടക്കുന്നത്. കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഒരു ഹിൽ ടോപ്പിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു സൺറൈസ് കണ്ട കവിയുടെ അനുഭവങ്ങളെക്കുറിച്ചാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഈ കവിതയുടെ അത് ഫോക്കസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യപ്പെടുന്നത് നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റ് പോയിന്റിലേക്കാണ്. പ്രകൃതി എന്ന് പറയുന്നതിൻ്റെ ആ മനോഹാരിതയെക്കുറിച്ചാണ് കവി ഈ കവിതയിൽ ഉടനീളമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ആ ഒരു പ്രകൃതിയിൽ നിന്ന് കേൾക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ശബ്ദങ്ങളെക്കുറിച്ചും അവിടെ കാണാൻ കഴിയുന്ന വളരെ മനോഹരമായ കാഴ്ചകളെക്കുറിച്ചും അതിൻ്റെ ആ ഒരു സൂത്തിങ് ഫീൽ, നമുക്ക് ആശ്വാസം തരുന്ന രീതിയിലുള്ള പ്രകൃതിയുടെ ആ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ഈ കവിതയുടെ ആശയമായിട്ട് ഈ കവിതയിലൂടെ നമുക്ക് കവി പറഞ്ഞു തരുന്നത്. നമുക്ക് ആദ്യത്തെ സ്റ്റാൻസയിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റാൻസയിൽ 18 വരികളാണുള്ളത്. ഈ ഒരു ആദ്യത്തെ സ്റ്റാൻസയിലൂടെ കവി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രകൃതിയിലെ വളരെ മനോഹരമായ കാഴ്ചകളെക്കുറിച്ചാണ്. I stood upon the hills when the heaven's wide arch was glorious with the sun's returning march, and woods were brightened, and the soft gales went forth to kiss the sun-clad walls. സൂര്യോദയ സമയത്ത് കവി ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു. ആ മുകളിൽ നിന്നുകൊണ്ട് ആ മുകളിലെ ആകാശവും താഴെയുള്ള താഴ്വാരങ്ങളും അതിലെ മരക്കൂട്ടങ്ങളുമെല്ലാം ഉദയസൂര്യൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന കാഴ്ച അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കണ്ടു. ആ സമയത്ത് ഒരു ഇളം കാറ്റ് ആ താഴ്വാരത്തെ തഴുകി കടന്നു പോകുന്നതും അദ്ദേഹം അറിഞ്ഞു. The clouds were far beneath me, bathed in the light. They gathered midway round the wooded height, and in their fading glory shone like the host in the battle overthrown. ആ കുന്നിൻ മുകളിൽ നിന്ന കവി അവിടെ കണ്ട കാഴ്ച താഴ്വാരത്തിന് മുകളിലുള്ള മേഘക്കൂട്ടങ്ങൾ സൂര്യൻ്റെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നതാണ്. ആ മേഘക്കൂട്ടങ്ങൾ ചിതറിത്തെറിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ട കവി പറയുന്നത്, യുദ്ധത്തിൽ പരാജയം നേരിട്ട ഭടന്മാർ, ആ സോൾജിയേഴ്സ് യുദ്ധക്കളത്തിൽ ചിതറിക്കിടക്കുന്നത് പോലെയാണ് ആ കാർമേഘങ്ങളെ അല്ലെങ്കിൽ ആ മേഘങ്ങളെ അദ്ദേഹം വർണ്ണിക്കുന്നത്. ആദ്യത്തെ സ്റ്റാൻസയിലെ ആദ്യ ഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്: The poet stood upon the hills when the sky, valley and the woods were brightened at the sunrise, and the gentle breeze passed through the valley. From the top of the hills, the poet saw the clouds beneath him bathed in the light. They seemed to be the soldiers in a lost battle, scattered in the battlefield. As many a pinnacle with the shifting glance, through the grey mist thirst up its shattered lands, and rocking on the cliff was left the dark pine blaster bare and cleft. മേഘങ്ങൾ നീങ്ങി മാറിക്കഴിഞ്ഞപ്പോൾ മൂടൽ മഞ്ഞിനിടയിലൂടെ മരങ്ങളുടെ അഗ്രഭാഗങ്ങൾ, അതിൻ്റെ ആ ഒരു മുകളിലുള്ള ഭാഗങ്ങളൊക്കെ കവിക്ക് കാണാനായി. അവിടെ ഉണ്ടായിരുന്ന ഇരുണ്ട നിറത്തിലുള്ള പൈൻ മരങ്ങൾ പോലും ഇലകളൊക്കെ കൊഴിഞ്ഞ് നഗ്നമായി നിൽക്കുന്നതായിരുന്നു അദ്ദേഹം കണ്ടത്. ശക്തമായ കാറ്റുകൊണ്ട് അതിൻ്റെ ബ്രാഞ്ചസൊക്കെ അവിടെ ഉണ്ടായിരുന്ന ക്ലിഫിൽ പാറക്കെട്ടുകളിൽ തട്ടി പൊട്ടി തകർന്നു നിൽക്കുന്നതും അദ്ദേഹത്തിന് ആ കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് കാണാൻ വേണ്ടി സാധിച്ചു. The veil of the cloud was lifted, and below glowed the rich valley, and the river's flow was darkened by the forest shade, or glistened in the white cascade, were upward in the mellow blush of day. The noisy bittern wheeled his spiral way. മേഘങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ താഴ്വാരം സൂര്യൻ്റെ വെളിച്ചത്തിൽ വ്യക്തമായിട്ട് കവിക്ക് കാണാൻ വേണ്ടി സാധിച്ചു. താഴെ ഒഴുകുന്ന നദി വ്യക്തമായിട്ട് അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. മരങ്ങളുടെ നിഴലുകൊണ്ട് ഇരുണ്ട രൂപത്തിലായിരുന്നു ആ നദിയെ അദ്ദേഹം കണ്ടത്. അതിലെ വെള്ളച്ചാട്ടം പക്ഷേ വളരെ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ആ സൂര്യൻ്റെ വെളിച്ചത്തിൽ അതെങ്ങനെ തിളങ്ങുന്ന അദ്ദേഹത്തിന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു.
ആ ഇളം വെയിലിൽ ഒരു കിളി വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുകളിലേക്ക് ഇങ്ങനെ പറന്നുയരുന്നതൊക്കെ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കണ്ടു. As the clouds were moving slowly, the poet could see the treetops through the mist. The tops of dark pine trees were bare, broken and ruined as they were beaten against the cliff by the wind. When the clouds completely disappeared, the poet could see the valley clearly as shining in the sunlight, though a river was seen dark because of the shadow of the pine forest. The waterfall was shining in the soft daylight. A bittern bird flew upward, making its noisy chirp. ആദ്യത്തെ സ്റ്റാൻസ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റാൻസയിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസയിൽ 12 വരികളാണ് കവി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു 12 വരികളിലൂടെ കവി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് പ്രകൃതിയിലെ വളരെ മനോഹരമായ ശബ്ദങ്ങളെക്കുറിച്ചാണ് ഇവിടെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. I heard the distant waters dash, I saw the current whirl and flash, and richly by the blue lake's silver beach, the woods were bending with the silent reach. ദൂരെ നിന്ന് ഒരു നദിയുടെ വെള്ളം കുതിച്ചൊഴുകുന്ന ശബ്ദം കവിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചു. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന ആ നദിയുടെ വെള്ളത്തിൻ്റെ കുതിപ്പ് കവിക്ക് കാണാനും സാധിച്ചു. ഒരു നീല തടാകം താഴ്വാരത്ത് അദ്ദേഹം കണ്ടു. അതിലുണ്ടാകുന്ന ചെറിയ തിരമാലകൾ ഒരു വെള്ളി ആഭരണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ആ നീല തടാകത്തിൻ്റെ തീരത്ത് ധാരാളം മരങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. Then over the vale with the gentle swell, the music of the village bell came sweetly to the echo-giving hills. And the wild horn whose voice the woodlands fills was ringing to the merry shout that faint and far the glens sent out. Were answering to the sudden shout, thin smoke through thick-leaved branches from the dingle brook. താഴ്വാരത്തിലുള്ള ആ ഗ്രാമത്തിൽ നിന്ന്, ആ ഗ്രാമത്തിലെ പള്ളിയിൽ നിന്നുയരുന്ന മണിയുടെ ശബ്ദം മലമുകളിൽ നമ്മളുടെ കവി കേട്ടു. അത് ആ മലനിരകളിൽ തട്ടിയിട്ട് പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ആ പള്ളിമണിയോട് പ്രതികരിക്കുന്നത് പോലെ ഒരു ഹൗളിംഗ് പക്ഷിയുടെ ശബ്ദം ആ കാട് നിറയെ ഇങ്ങനെ നിറഞ്ഞു നിന്നു. ഈ ശബ്ദങ്ങൾക്കെല്ലാം മറുപടി എന്നോണം ഗ്രാമത്തിലെ പകൽ ജീവിതം ആരംഭിച്ചു എന്ന് കാണിക്കുന്നത് പോലെ താഴ്വാരത്തെ മരങ്ങൾക്കിടയിലൂടെ ഒരു നേർത്ത പുക ഉയരുന്നത് കവി അവിടെ നിന്ന് കണ്ടു. The poet heard the rushing sound of the distant waters, and he saw the river twisting and the water flashing in the sunlight. He could also see the trees that bent softly to the silver beach of the blue lake. He heard the music of the village church bell ringing and echoing over the hills. The sound of the wild horn, which came in response to the far and faint village bell, filled the woodland. As if answering the sudden sounds of horn and the village bell, thin smoke was seen rising through the thickly leaved tree of the valley, marking the beginning of the day in life in the valley. നമ്മളിനി കവിതയുടെ അവസാനത്തെ സ്റ്റാൻസയിലേക്ക്, തേർഡ് സ്റ്റാൻസയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 6 വരികൾ മാത്രമാണ് തേർഡ് സ്റ്റാൻസയിൽ ഉള്ളത്. ഈ മൂന്നാമത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കാര്യം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചും മനുഷ്യന് ആശ്വാസവും പരിഹാരം കാണാനുമുള്ള പ്രകൃതിയുടെ കഴിവിനെക്കുറിച്ചുമാണ് കവി ഈ ഒരു മൂന്നാമത്തെ സ്റ്റാൻസയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. If thou art worn hard beset with sorrows that thou wouldest forget, if thou wouldest read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills, no tears dim the sweet look that nature wears. എപ്പോഴൊക്കെയാണോ നിങ്ങൾക്ക് പ്രയാസമുള്ള സമയമുണ്ടാകുന്നത്, അടക്കാനാവാത്ത ദുഃഖമുണ്ടാകുന്നത്, ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടാകുന്നത്, അപ്പോൾ നിങ്ങൾ മലനിരകളിലേക്കും വനങ്ങളിലേക്കും പോവുക, ആ പ്രകൃതിയിലേക്ക് പോവുക. പ്രകൃതിയുടെ മാധുര്യത്തിനെ കെടുത്താൻ വേണ്ടിയിട്ട് ഒരു ദുഃഖത്തിനും കണ്ണുനീരിനും കഴിയില്ല. പ്രകൃതിക്ക് ആശ്വാസം നൽകാൻ കഴിയാത്ത ഒരു വേദനകളും ദുഃഖങ്ങളും ഈ ഭൂമിയിലില്ല. അപ്പം നമുക്ക് കവി തരുന്ന ഉപദേശം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് വി ഷുഡ് ഔട്ട് ടു ഗോ ടു ദ നേച്ചർ. നമ്മൾ ആ പ്രകൃതിയെ എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. Whenever you are tired of hard time and you want to forget your sorrows that make you restless and sleepless,
go to the woods and hills. No worries or tears can dim the sweetness of nature. There are no sorrows or pains that nature cannot cure. സൺറൈസ് ഓൺ ദ ഹിൽസ് എന്ന് പറയുന്ന കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഈ കവിതയിലുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസസിലേക്കാണ് കടക്കുന്നത്. ഈ കവിതയുടെ ഒരു ടോൺ എന്ന് പറയുന്നത് ദ ടോൺ ഓഫ് ദ പോം ഈസ് എ പ്ലെസൻറ്റ് ആൻഡ് സൂത്തിങ്. വളരെ ഹാപ്പിനെസ് നൽകുന്ന, ആശ്വാസം തരുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ഇത്. ഇതിൻ്റെ ഒരു റൈം സ്കീമും അതുപോലെ സ്റ്റാൻസ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റാൻസ എന്ന് പറയുന്നത് 18 വരികളും, രണ്ടാമത്തെ സ്റ്റാൻസയിൽ 12 വരികളും, മൂന്നാമത്തെ സ്റ്റാൻസയിൽ 6 വരികളും, അങ്ങനെ 36 വരികളുള്ള 3 സ്റ്റാൻസകളായിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത് AABBCCDD. ഈ ഒരു പാറ്റേണിലാണ് ഈ കവിതയുടെ റൈം സ്കീം മുന്നോട്ട് പോകുന്നത്. ഈ കവിതയിൽ ധാരാളമായിട്ടുള്ള അലിട്രേഷൻസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ബിനീത്ത് മീ ബാത്ത്, ബ്ലാസ്റ്റഡ് ബെയർ, ബൈ ദ ബ്ലൂ ലേക്ക്, സിൽവർ ബീച്ച്, ദ വുഡ്സ് വർ ബെൻഡിങ് വിത്ത് ദ സൈലൻറ്റ്. ഇങ്ങനെ പറഞ്ഞിട്ട് ധാരാളം അലിട്രേഷൻസ് ഈ കവിതയിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അലിട്രേഷൻ പോലെ തന്നെ ഇതിൽ വരുന്ന മറ്റൊരു പോയറ്റിക് ഡിവൈസാണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഹെവൻസ് വൈഡ് ആർച്ച് എന്ന് പറയുന്ന ആ ഒരു ലൈൻ ഈസ് എ മെറ്റഫർ, അതൊരു മെറ്റഫറാണ്. അതുപോലെ സൺസ് റിട്ടേണിംഗ് മാർച്ച് എന്ന് പറയുന്നത്, ദ പിന്നക്കിൾസ് ഓർ ദ ടോപ്പ് ഓഫ് ദ ട്രീസ് എന്ന് പറയുന്നത്, ദ ബ്ലൂ ലേക്ക് സിൽവർ ബീച്ച് എന്ന് പറയുന്നത്, ഇതൊക്കെ ഈ കവിതയിലെ പ്രധാനപ്പെട്ട മെറ്റഫറുകളാണ്. മെറ്റഫറുകൾ പോലെ തന്നെ ഇതിൽ സിമിലിയും ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഇൻ ദെയർ ഫേഡിങ് ഗ്ലോറി ഷോൺ ലൈക്ക് ദ ഹോസ്റ്റ് ഇൻ ദ ബാറ്റിൽ ഓവർ ത്രോൺ. ഈ പറയുന്ന ആ വരികൾ അവിടെ ലൈക്ക് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സിമിലിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്.